ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നല്ലൊരു നാടൻ പോർക്ക് റോസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ അമ്മൂമ്മയൊക്കെ ചെയ്തിരുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. ആദ്യം തന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാനിലിട്ട് വഴറ്റുക. ഒപ്പം തന്നെ ഒരു കനമുള്ള ചട്ടിയിൽ പോർക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കുക. അടച്ചു വെച്ച് ചൂടാക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചെറിയ ഫ്ലെയിമിൽ വേറെ ഒന്നും കൊണ്ടല്ല, ചെറിയ ഫ്ലെയിമിലായാൽ മാത്രമേ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയുള്ളൂ. കൂടാതെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം നല്ല രീതിയിൽ വഴറ്റുക. പെട്ടെന്ന് ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചിയൊക്കെ എടുത്തിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അത് ഒരു ബ്രൗണിഷ് കളറായി വരുന്ന സവാളയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇത് ആരും അങ്ങനെ ചെയ്യാറില്ല. നമ്മളൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടി ചെയ്യണം. ഇതിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും വരുന്നത്. ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ കൊള്ളാമെന്നുള്ളൊരു ഫീല് വരും. ഇതും ഒന്ന് മിക്സ് ചെയ്ത്, അതും ചെറിയ തീയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് വേണം എല്ലായിടത്തും സെറ്റാക്കി എടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കുന്നത് മിക്സ് ചെയ്യാനായിട്ട്. ശേഷം ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ മിക്സ് ചെയ്യണം. ഞാൻ പക്ഷേ അത്രയും ബ്രൗണിഷ് ആക്കുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രേവി കിട്ടാനായിട്ട് ഞാൻ അധികം ഡ്രൈ ആക്കണില്ല. ചെറിയൊരു ഇതിലോട്ട് മാറ്റി വെക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ മീറ്റ് ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ലപോലെ അടച്ചു വെച്ച് അതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ അതിനകത്ത് നെയ്യുണ്ടല്ലോ, ആ നെയ്യ് മീറ്റിൽ നിന്ന് വേർപെട്ട് ഉരുകി നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. വെള്ളം കുറച്ചുകൂടി പറ്റാനുണ്ട് മീറ്റിലുള്ള. ചട്ടി ഒരു അല്പം ചെറുതാണ്. വലിയ ചട്ടി ഉണ്ടായിരുന്നു, ഞാൻ വലുതെടുത്തില്ല. വലുതെടുത്താൽ മതിയായിരുന്നു വെച്ചാൽ ഇളക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി വലിയ ചട്ടിയാകുമ്പോൾ. ഇത് ഒരു 1.5 കിലോ പോർക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഒപ്പം നമ്മുടെ സവാളയും വഴറ്റി കൊടുക്കുക, അതും ഇളക്കി കൊടുക്കുക. അത് ഏകദേശം റെഡിയായി. ഞാനിപ്പോൾ ഇറക്കി മാറ്റി വെച്ചു. ഇതിൽ അറ്റ് എ ടൈം രണ്ടും കൂടി ഒരുമിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ക്യാമറയും ഞാൻ തന്നെയാണ് പിടിച്ച് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മ ഉണ്ടാവും. അപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കറി മസാലപ്പൊടി ഒരു ആവശ്യത്തിന്, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ, അത് ഇപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. ഞങ്ങൾക്കത് എരിവ് വേണ്ട, അതുകൊണ്ട് 1 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടിയും ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂൺ വരെയൊക്കെ യൂസ് ചെയ്യാം. കാശ്മീരി എടുക്കുമ്പോൾ നല്ല കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. പിന്നെ ഒരു അല്പം കുരുമുളക് പൊടിയും ഒപ്പം ചേർക്കുക. പിന്നെ എരിവ് നല്ല രീതിയിൽ വേണമെന്നുള്ളവർക്ക് അല്പം മുളക് പൊടിയും ഇതിനൊപ്പം ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മല്ലിപ്പൊടി കുറച്ചേ ഉള്ളൂ, തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയത് വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ആഡ് ചെയ്യുക. ശേഷം ഇതെല്ലാം കൂടി ആ പാനിലേക്ക് ഇട്ടിട്ട്, എണ്ണയിടാതെ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു കളറുമായി വരും. ഈ കളർ ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നോക്കുന്നതിനൊപ്പം തന്നെ മറ്റേത് വെള്ളം വറ്റിയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള വെള്ളം വറ്റി നെയ്യൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരല്പം നെയ്യ് എടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനിൽ വേണമെങ്കിൽ എണ്ണ ഇടാം, പക്ഷേ എണ്ണ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും എണ്ണ വളരെ അധികമാകും. അതിനെല്ലാം ബെറ്റർ നമുക്ക് ഇതിൻ്റെ നെയ്യ് ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. സ്പൂൺ ചെറുതായത് കാരണം കുറച്ചധികം പ്രാവശ്യം കോരേണ്ടി വരും. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോളൂടെ വന്നിട്ടുണ്ട്. അവളിപ്പോൾ അതിൽ നിന്ന് ഒരു കയ്യിലൊക്കെ എടുത്ത് അവിയൊക്കെ എടുത്തിട്ട് ഒഴിക്കുക എന്നും പറഞ്ഞിട്ട് അവിടെ തയ്യാറെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യട്ടെ.
ഇപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അല്പം കൂടി എണ്ണ വേണ്ടി വരും. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട്, നെയ്യ് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്, എണ്ണ ഒഴിക്കുന്നില്ല, വെളിച്ചെണ്ണ സെപ്പറേറ്റ് ഒഴിക്കുന്നില്ല, അതിൽ നെയ്യ് തന്നെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കണതാണ്. വീഡിയോ അല്പം നീണ്ടുപോയെന്ന് സംശയമുണ്ട്, അതിനാൽ ഞാനിവിടുന്ന് ചെറിയൊരു ഷോർട്ടാക്കിയിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ഫൈനൽ രൂപമാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഒരു ബ്രൗണിഷ് കളറാണ് വന്നിരിക്കുന്നത്. ഇത് ഡാർക്ക് ബ്രൗൺ ആയ രീതിയിൽ നമുക്ക് എടുക്കാം. ഞാൻ അത്രയും ഡാർക്ക് ആക്കുന്നില്ല. അതിനുശേഷം അതിൻ്റെ പറ്റിയ മീറ്റിലോട്ട് എണ്ണയും വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായ ഡാർക്ക് ഡ്രൈ ആയ മീറ്റിലോട്ട് ഇത് മിക്സ് ചെയ്യാനാണ്. ഇനി ഇത് മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഫുള്ളായിട്ട് എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്ത് ഇത് പിടിപ്പിക്കുക. കുറച്ച് സമയമെടുക്കും. സ്പൂൺ അല്പം നീളമുള്ളതാണെങ്കിൽ കൈ പൊള്ളത്തില്ല. ഇപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ശേഷം നമ്മൾ വഴറ്റി വെച്ച ആ സവാളയുടെ പേസ്റ്റും ഇതിനകത്തേക്കിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതും നല്ല രീതിക്ക് മിക്സ് ചെയ്ത്, സവാള ഒരു 3 എണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം കേട്ടോ, 4 ആയാലും വിരോധമില്ല. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടും ചെയ്യാം. ലോ ഫ്ലെയിമിൽ മാത്രം ചെയ്യണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ഇതാക്കണം. ഇപ്പോൾ അടച്ചു വെച്ച് ശേഷം ഇപ്പോൾ ഒന്ന് തുറന്നതാണ്. ഏകദേശം വെന്തു നല്ല ഇതായിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി നമ്മളൊന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആവും. ഇപ്പോൾ അതിൻ്റെ ഒരു കൂടി ഞാനിപ്പോൾ കാണിക്കുന്നതാണ്. ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തവി വെച്ച് ഒന്നും കൂടി ഞാൻ അടച്ച് കൊത്തണയാണ്. ഇപ്പോൾ ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാൻ വേണം. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് അതിന് വരും. ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഇത് അടച്ചു വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി. ഇപ്പോൾ മൂടി തുറന്നു, നല്ല ഡ്രൈ ആയിക്കൊണ്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല വെന്ത പരുവത്തിൽ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഗ്രാൻഡ്മയൊക്കെ ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. എൻ്റെ ഗ്രാൻഡ്മ ഉണ്ട്, അവരുടെ കുറേ വെറൈറ്റീസ് ഫുഡൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. നല്ല നാടൻ വെറൈറ്റി ഫുഡ്സ് ഉണ്ടാക്കണം, കഴിക്കണം എന്ന് താല്പര്യമുള്ളവർ എൻ്റെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണായി അമർത്തുക. ഓക്കെ, താങ്ക് യു.